Hi guys, my name is Prinz. Once again, welcome back to active Prinz Vlogz. നമ്മുടെ പ്രൈവസിക്ക് സെക്യൂരിറ്റികൾ കൂടുതൽ പ്രാധാന്യം നൽകി ആരെയും അധികം ഒന്നും കുഴപ്പിക്കാത്ത ടേംസ് ആൻഡ് കണ്ടീഷനും യൂസ്ഫുൾ ആയ കുറെ ഓപ്ഷനുകളുള്ള ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ പോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് അതാണ് സിഗ്നൽ മെസ്സഞ്ചർ. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വാട്സാപ്പിന്റെ ഫുൾ പ്രൈവസി ആൻഡ് പോളിസീസിന്റെ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വാട്സാപ്പിന്റെ എല്ലാ പ്രൈവസി പോളിസീസും നമ്മൾ ആ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഞാൻ അപ്ഡേറ്റ് ആയ കുറെ വാട്സാപ്പിന്റെ പ്രൈവസി ആൻഡ് പോളിസീസ് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത്, എല്ലാവരും അത് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. സോ ആ വീഡിയോ ഐ ബട്ടണിൽ ഇട്ടുതരാം. കാണാത്തവർ ഈ വീഡിയോ കണ്ട ശേഷം തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കണ്ടു നോക്കുക. സോ വാട്സാപ്പിന്റെ പുതിയ പ്രൈവസി ആൻഡ് പോളിസീസ് വന്നതോടുകൂടി എല്ലാ ആൾക്കാരും മിക്ക ആൾക്കാരും വാട്സാപ്പ് വിട്ട് മറ്റ് മെസ്സഞ്ചർ ആപ്പുകളിലേക്ക് ചാട്ടം തുടങ്ങിയിരിക്കുകയാണ്. സോ അങ്ങനെ പോകുമ്പോൾ ഏത് ആപ്പാണ് കൂടുതൽ സെക്യൂർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, കൂടുതൽ പ്രൈവസി നൽകുന്ന ആപ്പ് ഏതാണെന്ന് അന്വേഷിക്കുമ്പോൾ മിക്ക ആൾക്കാരും റെക്കമെൻഡ് ചെയ്യുന്നത് ടെലിഗ്രാമും സിഗ്നലും ആണ്. സോ ടെലിഗ്രാം നമുക്ക് എല്ലാവർക്കും ഒരു ഫെമിലിയർ ആയ ആപ്പാണ്, കുറെ ഫീച്ചേഴ്സ് നമുക്ക് അറിയുന്നതാണ്. പക്ഷെ സിഗ്നലിനെ കുറിച്ച് അങ്ങനെ അത്ര ഫേമസ് ആയ ആപ്പ് അല്ലാത്തത് കൊണ്ട് സിഗ്നലിനെ കുറിച്ച് അങ്ങനെ പലർക്കും അറിയില്ല. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ സിഗ്നൽ ആപ്പിനെ കുറിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഓപ്ഷൻസും എങ്ങനെയാണ് നിങ്ങൾ പ്രൈവസിനെ ഈ പ്രാധാന്യം നൽകുന്നത്, എന്തൊക്കെ ഫീച്ചറാണ് ഈ ആപ്പിൽ ഉള്ളത്, ഇതിന്റെ മുഴുവൻ ടിപ്സ് ആൻഡ് ട്രിക്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ അടിയിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ചേ പോകാവൂ. ഒപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം ഈ ആപ്പിന്റെ ഹിസ്റ്ററിയിൽ തന്നെ തുടങ്ങാം. സോ ഈ സിഗ്നൽ ആപ്പ് വന്നിരിക്കുന്നത് 2014 സോ കാലിഫോർണിയയിലുള്ള സിഗ്നൽ ഫൗണ്ടേഷൻ എന്ന കമ്പനിയാണ് ഈ സിഗ്നൽ ആപ്പ് എന്ന മെസ്സഞ്ചർ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. സോ വാട്സാപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഒക്കെ മെയിൻ ആയ മാർക്ക് സക്കർബർഗ് ഈ 2018 ഈ സിഗ്നൽ ഫൗണ്ടേഷൻ എന്ന കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കും. സോ ഇതാണ് ഈ ആപ്പിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. സോ ഇനി നമുക്ക് ഈ ആപ്പിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. സോ ഈ ആപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇതിന്റെ ഓപ്പൺ സോഴ്സ് ആണ്. സോ ഈ ആപ്പ് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. സോ ഇതിന്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഈ ആപ്പിനില്ല, എല്ലാം ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും എന്ത് ചെക്ക് ചെയ്യാനാണ്. സോ വാട്സാപ്പ് അങ്ങനെയല്ല, ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ആപ്പ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ നോക്കാവുന്നതാണ്. സോ അതാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ വാട്സാപ്പ് ഒരു ഓപ്പൺ സോഴ്സ് അല്ല. സോ ഈ ആപ്പിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യം കാണിച്ചു തരണമെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് സിഗ്നൽ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സിഗ്നൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഈ സിഗ്നൽ എന്ന ആപ്ലിക്കേഷൻ ഉള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇത് ഇവിടെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട്സിൻ്റെയും ഒക്കെ നമ്മൾ ആക്സസ് ചോദിക്കുന്നതാണ്. സോ ഇത് ഇവർ സ്റ്റോറിലൊക്കെ ചോദിക്കുന്നതല്ല. സോ ഇത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. സോ അത് കഴിഞ്ഞ് നമ്മൾ ഫോൺ കോൾസിൻ്റെ ഒക്കെ അലവ് കൊടുക്കേണ്ടി വരും. സോ ഇങ്ങനെ അലവ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കോൺടാക്ട്സ് ആയാലും നമ്മളെ സ്റ്റോറേജ് ആയാലും സ്റ്റോർ ആവുന്നില്ല. സോ അടുത്ത് നമുക്ക് ഫോൺ നമ്പർ കൊടുത്ത് നമ്മളെ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട സംഭവമാണ് ഞാൻ അടുത്തുള്ളത്. സോ അത് കഴിഞ്ഞ് നമ്മൾ ഒരു OTP വരും, ആ താനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ എൻ്റർ ആയിക്കോളൂ. അത് കഴിഞ്ഞാൽ നമ്മളെ സീക്രട്ട് പിൻ അവർ അടിക്കാൻ ചോദിക്കും. സോ ഇത് ഈ ആപ്പിന് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു പിൻ കോഡാണ് ചോദിക്കുന്നത്. സോ നമുക്ക് അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കാം. സോ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആക്കി കാണാൻ സാധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പിൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. സോ നമുക്ക് ഈ ആപ്പ് വഴി ഏത് തരത്തിലുള്ള മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റും. ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഡോക്യുമെന്റ്സ് ആയാലും എന്ത് തരത്തിലുള്ള മെസ്സേജ് നമുക്ക് ഇതിലൂടെ നമുക്ക് അയക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻ ഒന്നും ഇല്ല, നമുക്ക് ഏത് തരത്തിലുള്ള മെസ്സേജ് ഇതിൽ നിന്ന് അയക്കാവുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടൊരു മെസ്സേജ് അയക്കുമ്പോൾ ഒരു ക്ലീൻ ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇതേപോലെ ഇതൊരു ക്ലീൻ ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. സോ നിങ്ങളൊരു മെസ്സേജ് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ ഒരു അടിയിലൊരു പെൻ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിങ്ങളെ കോൺടാക്ട്സിൽ ഏതൊക്കെ ആൾക്കാർക്കാണ് സിഗ്നൽ ആപ്ലിക്കേഷൻ ഉള്ളത് അവരെ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ, എല്ലാ കോൺടാക്ട്സും കാണിക്കില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളെ പോലെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഒരു അക്കൗണ്ടുള്ള സിഗ്നൽ അക്കൗണ്ടുള്ള ആളാണെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ കാണിക്കുകയുള്ളൂ. സോ ഇപ്പോൾ നമുക്കൊരു
മെസ്സേജ് അയക്കണമെങ്കിൽ അവിടെ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ അതേപോലെ തന്നെ ഇതിൽ ഗ്രൂപ്പുകളും നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. മാക്സിമം 150 ആൾക്കാർ വരെയാണ് ഈ ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് എല്ലാവരെയും ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഇൻവിറ്റേഷൻ ലിങ്ക് അയച്ചിട്ട് ഒരു അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതൊരു നല്ല കാര്യമാണ്. ആവശ്യമില്ലാത്ത അനാവശ്യമായ കുറെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് പകരം നമുക്ക് ആവശ്യം നമ്മൾ അലൗ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഈ സിഗ്നൽ ആപ്പിൽ ഒരാൾ നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഓഡിയോ കോളും വീഡിയോ കോളും ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഗ്രൂപ്പ് കോളിംഗും ഇതിൽ സാധ്യമാണ്. മാക്സിമം 5 പേർക്ക് മാത്രമേ ഇതിൽ ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഫ്യൂച്ചർ അപ്ഡേറ്റിലൂടെ ഈ ഗ്രൂപ്പ് വീഡിയോ കോളിന്റെ മാക്സിമം നമ്പർ കൂട്ടാൻ സാധ്യതയുണ്ട്. 5 പേരിൽ നിന്ന് 8 or 10 പേരിലേക്ക് ഇതിന്റെ നമ്പർ ഉയർത്താൻ സാധ്യതയുണ്ട്. സോ അടുത്ത നോക്കിയാൽ 1x എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട്. സോ നമ്മൾ ഒരു മെസ്സേജോ ഒരു ഫോട്ടോ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുമ്പോൾ അവിടെ ഒരു അടിയിലായിട്ട് ഒരു 1x എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചു, അത് അവർ കണ്ടു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ തന്നെ അത് മാഞ്ഞു പോകുന്നതാണ്. സോ നമ്മളൊരു മെസ്സേജ് അയച്ചു, ഹായ് എന്നൊരു മെസ്സേജ് അയച്ച് മറ്റുള്ളവർ അത് കണ്ട് അപ്പോൾ തന്നെ 1 സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ അത് അവിടെ നിന്ന് ഡിസപ്പിയർ ആയി പോയാലും ഡിലീറ്റ് ആയി പോകുന്നതാണ്. സോ അതാണ് ഈ 1x എന്ന ഫീച്ചർ. സോ ഇതിൽ യൂസ്ഫുൾ ആയ ഒരു നല്ല ഫീച്ചർ ഉണ്ട് ഇതിൽ, നോട്ട് ടു സെൽഫ് എന്നാണ്. സോ നമ്മുടെ പ്രധാനപ്പെട്ട സാധനങ്ങൾക്ക് നമ്മളൊരു ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. സോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതിൽ സിഗ്നൽ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മളെ ഫോട്ടോസോ മെയിൻ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ നമ്മളെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽ ആപ്ലിക്കേഷനിൽ നോട്ട് ടു സെൽഫ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഐഡിക്ക് സെൻഡ് ചെയ്താൽ മതി, അവിടെ സേവ് ചെയ്ത് കാണുന്നുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ സൈഡിലായിട്ട് ഒരു സിംഗിൾ ടിക്കും അവർ ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ ഡബിൾ ടിക്കും, അതേപോലെ തന്നെ അവർ കണ്ടു കഴിഞ്ഞാൽ ആ ടിക്കുകൾ ഗ്രേ കളറിൽ ഫില്ലായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ ഡാർക്ക് തീം പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ഡാർക്ക് തീം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലൈറ്റ് തീമും ഡാർക്ക് തീമും ഉള്ള 2 ഓപ്ഷൻസ് ഇതിലുണ്ട്. അടുത്താണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ്. സോ നമ്മൾ വാട്സാപ്പിൽ ഈ അടുത്താണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് വന്നത്. പക്ഷേ വാട്സാപ്പിൽ 7 ദിവസം മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതിൽ സെക്കൻഡുകളുള്ളിൽ തന്നെ നമുക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ഒരു മെസ്സേജിന്റെ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ മേലെ 3 ഡോട്ട് കാണും. അവിടെ നോക്കി കഴിഞ്ഞാൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് മേലെ തന്നെ ഉണ്ടാവും. സോ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും, മെസ്സേജ് അയക്കുമ്പോൾ എത്ര സെക്കൻഡ് വരെ അവർക്ക് നിൽക്കണമെന്നുള്ള നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ അടുത്ത സ്റ്റോറേജിന്റെ ഭാഗത്ത് നോക്കിയാൽ കീപ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതിൽ എത്ര ദിവസം വരെ ഇത് മെസ്സേജ് നിൽക്കണമെന്നല്ല. ഇപ്പൊ 30 ദിവസം വെച്ചാൽ നമ്മൾ 31 ദിവസം വരെ മെസ്സേജ് അയച്ചാൽ നമ്മൾ ഫസ്റ്റ് ദിവസം ആദ്യത്തെ ദിവസം അയച്ച മെസ്സേജസ് ഡിലീറ്റ് ആയി പോകും. സോ അങ്ങനെ 30 ദിവസം കഴിയുന്നോറും ക്ലിയർ ആയിക്കോ, നിങ്ങളെ ചാറ്റ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ അതിന്റെ അടിയിലുള്ള ഓപ്ഷനാണ് കോൺവെർസേഷൻ ലെങ്ത്. ഇതിന്റെ എന്താ വെച്ചാൽ നമ്മൾ 100 മെസ്സേജസ് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിച്ചാണെങ്കിൽ സോ 101ാമത്തെ മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ അവിടുത്തെ ആദ്യം നമ്മൾ അയച്ച മെസ്സേജസ് ഡിലീറ്റ് ആവും. സോ 102 ആകുമ്പോൾ 2ാമത്തെ മെസ്സേജ്, അങ്ങനെ 100 മെസ്സേജ് ആകുമ്പോൾ ആദ്യത്തെ മെസ്സേജുകൾ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വാട്സാപ്പിൽ വാട്സാപ്പ് വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഡെസ്ക്ടോപ്പിൽ നമ്മൾ വാട്സാപ്പ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് അത് നമ്മളെ വാട്സാപ്പ് അതിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, സിഗ്നലിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ കയറ്റിയാൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ അടുത്തതായിട്ട് നമ്മളെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്ത് നമ്മളെ പ്രൈവസി ഓപ്ഷനിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം. സോ ഇതിൽ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രൈവസി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്ക്രീൻ ലോക്ക് എന്ന് നമ്മൾ ഫോൺ ലോക്ക് ചെയ്യുന്ന അതേ പിന്ന് വെച്ച് ഈ ആപ്പ് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഓപ്ഷൻ. സോ അടുത്ത ഓപ്ഷൻ സ്ക്രീൻ സെക്യൂരിറ്റി ആണ്. സോ നമുക്ക് ഇപ്പോൾ ഒരു ചാറ്റ് നമ്മൾ വാട്സാപ്പിൽ ഒരു ചാറ്റ് ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുമല്ലേ. സോ ഇത് നമുക്ക് അത് ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട്സ് എടുക്കാൻ സാധിക്കില്ല. സോ നമുക്കായാലും ഓർക്കായാലും നമ്മൾ അയക്കുന്ന ആൾക്കായാലും നമ്മൾ തമ്മിലുള്ള ചാറ്റ് ഓർക്കോ നമുക്കോ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല. സോ ഇതൊരു നല്ല ഫീച്ചറാണ്. അടുത്തത് ഇക്കോഗ്നിറ്റോ കീബോർഡ് എന്ന ഓപ്ഷനാണ്. സോ ഇതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇമോജീസും സ്റ്റിക്കേഴ്സും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ തേർഡ് പാർട്ടി കീബോർഡ്സ് ഒക്കെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ടാവും. സോ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ സെർവറിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഓരെന്താ ചെയ്യുന്നത് നമുക്ക് യാതൊരു അറിവില്ല. സോ നമ്മൾ ഈ ഓരോ ഓപ്ഷൻ ഇക്കോഗ്നിറ്റോ കീബോർഡ് എന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ അടിക്കുന്ന ഏത് സംഭവം ഒരു സ്റ്റോർ ചെയ്ത് വെക്കാൻ അനുവദിക്കുന്നതല്ല. സോ നമ്മൾ അടിക്കുന്ന ഒരു സംഭവം അവരെ സ്റ്റോർ ആകുന്നതല്ല. അടുത്ത ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചേഞ്ച് പിൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. സോ ഞാൻ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്തപ്പോൾ പറഞ്ഞൊരു പിൻ നമ്മൾ നിങ്ങൾക്ക് സീക്രട്ട് പിൻ ഉണ്ടാവും. സോ അത് നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ അടുത്തതാണ് ഈ ആപ്പിന്റെ മറ്റ് ആപ്പുകൾ മറ്റ് മെസ്സേജ് ആപ്പുകളിൽ നിന്നും വ്യത്യാസമാക്കുന്നത്. അതാണ് ബാക്കപ്പ്, ചാറ്റ് ബാക്കപ്പ്.
സോ നമ്മൾ ചാറ്റ്സ് ആൻഡ് മീഡിയസിൽ പോയി കഴിഞ്ഞാൽ അടിയിൽ ഏറ്റവും ലാസ്റ്റിൽ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വാട്സാപ്പിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചാറ്റൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് ഗൂഗിൾ ഡ്രൈവിലേറ്റായിരിക്കും, അല്ലെങ്കിൽ വൺ ഡ്രൈവിൽ, എവിടെയായാലും നമ്മൾ ഒരു ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ക്ലൗഡിലേക്കാണ് സേവ് ചെയ്ത് വെക്കുക. പക്ഷേ ഇതിൽ നമ്മളെ ലോക്കൽ സ്റ്റോറേജിലാണ് അല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജിലേക്കാണ് ഇത് സേവ്, നമ്മളെ സ്റ്റാറ്റ്സും എന്തായാലും സേവ് ചെയ്ത് വെക്കുന്നത്. ഒരു ഫോൾഡർ ഉണ്ടാക്കുക, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റും ഒക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷെ ഇത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. സോ ഈ ലോക്കൽ സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നതിന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ ഫോണിൽ കളഞ്ഞു പോയാലും അല്ലെങ്കിൽ പുതിയ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റ ഒക്കെ നമ്മൾ വേറെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളെ പുതിയ ഫോണിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഫോൺ കളഞ്ഞു പോയാലും ആ ഡാറ്റ ഒക്കെ നമുക്ക് പോകുന്നതാണ്. സോ മറ്റ് ക്ലൗഡിലാണെങ്കിൽ നമുക്ക് ലോകത്തിൽ എവിടെ വന്ന് നമുക്ക് നിങ്ങളുടെ ഇമെയിലേക്ക് അത് സൈൻ ഇൻ ചെയ്താൽ താഴെ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇങ്ങനെ ഈ ബാക്കപ്പ് ചെയ്ത് നമ്മൾ ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മളെ പ്രൈവസീനെ കൂടുതൽ നമ്മൾ ഒരു റിസ്കിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഡാറ്റ ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക, നമ്മളെ ഫോണിൽ തന്നെയാണ്. ബാക്കി വേറെ തേർഡ് പാർട്ടി കാര്യങ്ങളിലേക്കൊന്നും ആദ്യം നമ്മളെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നോ ഇല്ല. സോ ഒരു തരത്തിൽ നോക്കിയാൽ ഇതൊരു നെഗറ്റീവും ഉണ്ട്, ഇതൊരു പോസിറ്റീവും ഉണ്ട്. സോ അടുത്തത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയല്ല. സോ അവർക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റിലൂടെ അവർക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഇതിൽ നമ്മളെ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റാറ്റസ് ഇടും, മറ്റുള്ള സ്റ്റാറ്റസ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ ഇതിൽ അങ്ങനെ സ്റ്റാറ്റസോ സ്റ്റോറീസോ പറഞ്ഞൊരു ഓപ്ഷൻ ഇതിലില്ല. പക്ഷെ അവർക്ക് ഇത് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലൂടെ അവർക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. സോ അതേപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും ഈ സിഗ്നൽ ആപ്ലിക്കേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവർക്ക് ലിങ്ക് അയച്ചിട്ട് നമ്മളെ സിഗ്നലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിന്റെ ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് ചാറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കോൺടാക്ട്സിലേക്ക് പോകുന്നുണ്ട്. സോ അവിടെ ലാസ്റ്റിൽ കാണാം ഇൻവൈറ്റ് ലിങ്കോ അങ്ങനത്തെ സംഭവം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റുള്ളവരെ സിഗ്നലിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സിഗ്നൽ എന്ന ആപ്ലിക്കേഷൻ, മെസ്സഞ്ചർ ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഇതിൽ കുറെ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രൈവസി ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടാണ് ഇവർ ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിന് കാണാം. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിഗ്നൽ ആപ്ലിക്കേഷനുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം പറഞ്ഞാൽ പോലെ വെച്ചിട്ടാണ്, അല്ലാതെ വെറുതെ എല്ലാം പറഞ്ഞിട്ട് വീഡിയോ ലെങ്ത് വളരെ കൂടിപ്പോകും. സോ ഈ വീഡിയോയിലൂടെ ഈ സിഗ്നൽ ആപ്ലിക്കേഷനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾ വാട്സാപ്പ് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി 8-ന് ശേഷം ഇവരെ വാട്സാപ്പിന്റെ പ്രൈവസി പോളിസീസിൽ യാതൊരു മാറ്റം വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാട്സാപ്പ് ഉപേക്ഷിച്ച് സിഗ്നലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകുമോ എന്ന് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. സോ നിങ്ങൾ വാട്സാപ്പ് ഇനി വേണ്ട, നിങ്ങൾക്ക് വാട്സാപ്പിന് അൾട്ടർനേറ്റീവ് ആയിട്ട് ആപ്പ് അന്വേഷിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ എന്ന ആപ്ലിക്കേഷൻ തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു ആപ്പ് തന്നെയാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. ഒപ്പം തന്നെ എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഈ ചാനൽ അടിയിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ നോക്കി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തെടുക്കുക. ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സോ അതുപോലുള്ള യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങൾ കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.